വർഷം അങ്ങ് 2000. അന്നത്തെ ഇന്ത്യയിലെ സ്വർണ്ണവില എത്രയെന്ന് അറിയാമോ? ഒരു പവന് 3212 രൂപ. ഇന്നത് 50,000 രൂപ കടന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് എന്തിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? നമുക്ക് വിശദമായിട്ട് നോക്കാം. നമ്മൾ ഇന്ത്യക്കാർക്ക് സ്വർണത്തോടുള്ള ഭ്രമം പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ തന്നെയാണ്, ഇന്ത്യക്കാർ തന്നെയാണ്. 2000 ടൺ ഉപയോഗിക്കാത്ത സ്വർണ്ണമാണ് ഇന്ത്യക്കാരുടെ കൈവശമുള്ളത്. ഇന്ത്യയിലെ സ്വർണ്ണവിലകൾ ഒരു അനൗപചാരികമായിട്ടുള്ള പ്രക്രിയയിലൂടെയാണ് നിശ്ചയിക്കുന്നത്. കാരണം അത് നിശ്ചയിക്കാനായിട്ടുള്ള ഒരു കേന്ദ്രീകൃത അതോറിറ്റി ഇല്ല. അതുകൊണ്ട് പല പല ഘടകങ്ങൾ ഇന്ത്യയുടെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര സ്വർണ്ണവില, ആഗോള സ്വർണ്ണവില നിശ്ചയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അന്താരാഷ്ട്ര തലത്തിലും സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ഏതെങ്കിലും ഒരു ഘടകത്തെ ആസ്പദമാക്കിയിട്ടല്ല, പല പല ഘടകങ്ങളുടെ സ്വാധീനം അതിനുണ്ട്. അതിലൊന്ന് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി തന്നെയാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സ്. അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ കുറയുന്നു, സ്വാഭാവികമായിട്ടും അതിന്റെ വിലയും കൂടും. ഉദാഹരണത്തിന് സവോള. ഇന്ത്യയിൽ സവോളയുടെ ഉൽപ്പാദനം കുറയുകയാണെന്ന് വിചാരിക്കുക. അതായത് സപ്ലൈ കുറയുന്നു, സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുതൽ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കും. അതായത് അതിന്റെ ഡിമാൻഡ് വർദ്ധിക്കും. അവിടെ എന്ത് സംഭവിക്കും? അതിന്റെ വില വർദ്ധിക്കും. ഇത് തന്നെയാണ് സ്വർണത്തിന്റെ കേസിലും നടക്കുന്നത്. സ്വർണത്തിന്റെ സപ്ലൈ സംഭവിക്കുന്നത് ലോകമെമ്പാടുമുള്ള സ്വർണ്ണ ഖനികളിൽ നിന്നാണ്. ഒപ്പം തന്നെ റീസൈക്കിൾ ചെയ്യപ്പെടുന്ന സ്വർണവും. ഈ രണ്ട് മേഖലകളിൽ നിന്നാണ് സ്വർണത്തിന്റെ സപ്ലൈ വരുന്നത്. ഇനി സ്വർണത്തിന്റെ ഡിമാൻഡ് ഉണ്ടാവുന്നത് 3 മേഖലകളിൽ നിന്നാണ്. അതിൽ ഒന്ന് ആഭരണങ്ങളുടെ, ജ്വല്ലറിയുടെ നിർമ്മാണം, 2 ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം, ആൻഡ് 3 വ്യാവസായിക ആവശ്യത്തിനായിട്ട്, അതായത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, എയ്റോസ്പേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങൾ, മരുന്നുകളുടെ ഉൽപ്പാദനം, ഇത്തരത്തിലുള്ള മേഖലകളിലെല്ലാം സ്വർണം ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ തുച്ഛമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ജ്വല്ലറിയും ഇൻവെസ്റ്റ്മെന്റുമാണ്. ഇത്തരത്തിൽ ഡിമാൻഡിലോ സപ്ലൈയിലോ വരുന്ന മാറ്റങ്ങൾ സ്വർണ്ണവിലയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദ ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് അസോസിയേഷൻ, LBMA. എന്താണ് ഈ ബുള്ളിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ബുള്ളിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണ ബാറുകൾ, സ്വർണ്ണ കോയിൻ ഇവയെല്ലാമാണ്. ഇതിന്റെ മൂല്യം നിശ്ചയിക്കുന്നത് അതിൽ എത്രത്തോളം സ്വർണം അടങ്ങിയിട്ടുണ്ട് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ്, അതിന്റെ ഭംഗിയെ ആസ്പദമാക്കിയിട്ടല്ല. ആഭരണങ്ങൾ ഏതുപോലെ ഭംഗിയെ നോക്കിയിട്ടല്ല അതിന്റെ മൂല്യം നിശ്ചയിക്കുന്നത്. പ്രമുഖ ബാങ്കുകളും സ്വർണ്ണ ഡീലർമാരും തമ്മിലുള്ള ഓവർ ദി കൗണ്ടർ ട്രാൻസാക്ഷൻസ് സാധ്യമാക്കുന്നത് ഈ LBMA ആണ്. അതിന്റെ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഈ ലണ്ടൻ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് അസോസിയേഷൻ ആണ്. എന്താണ് ഈ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതായത് വിൽപ്പനക്കാരും ഉപഭോക്താക്കളും തമ്മിൽ നേരിട്ട് കച്ചവടം നടത്തുന്ന സ്പേസ് ആണ്, പ്ലാറ്റ്ഫോം ആണ് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങി സ്റ്റോക്ക് ട്രേഡിങ്ങിനുള്ള ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് പോലെ അല്ല ഈ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വ്യാപാരികളും ഉപഭോക്താക്കളും തമ്മിൽ നേരിട്ട് ഇടപാട് നടത്താം. എങ്ങനെ സ്വർണത്തെ റിഫൈൻ ചെയ്യണം, എങ്ങനെ ആഗോളതലത്തിൽ സ്വർണത്തെ വിൽക്കണം തുടങ്ങിയിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്ന ഉത്തരവാദിത്തമാണ് ഈ LBMAക്കുള്ളത്. അവർ സ്വർണത്തിന് ഒരു ബെഞ്ച് മാർക്ക് വിലയും നിശ്ചയിക്കാറുണ്ട്. ഇത്തരത്തിൽ നിശ്ചയിക്കുന്ന ബെഞ്ച് മാർക്ക് വില ഈ ആഗോള സ്വർണ്ണവിലയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. കൂടാതെ US ഡോളറിന്റെ ശക്തി, ആഗോള രാഷ്ട്രീയ അന്തരീക്ഷം, പലിശ നിരക്ക്, ഇതെല്ലാം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ സ്വർണം ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള അധികാരം ബാങ്കുകൾക്കാണ്. 2024 ഏപ്രിൽ 1 തീയതി മുതൽ ഇന്ത്യയിൽ സ്വർണവും വെള്ളിയും ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ളത് ഇനി പറയുന്ന ബാങ്കുകൾക്കാണ്: HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ബാങ്കുകൾ ഇന്ത്യയിലെ ബുള്ളിയൻ ഡീലേഴ്സിന് ബാങ്ക് ചാർജും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും വിൽക്കുന്നത്. ഈ വിൽക്കുന്ന വിലയെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സും ധാരാളമുണ്ട്. ഒന്ന് അന്താരാഷ്ട്ര സ്വർണ്ണവില തന്നെയാണ്. 2 ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇറക്കുമതി ഡ്യൂട്ടി കൂടിക്കഴിഞ്ഞാൽ സ്വർണ്ണവിലയിലും വർധനവുണ്ടാവും. 3 എക്സ്ചേഞ്ച് റേറ്റ്, US ഡോളറിന് ശക്തി കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ തുക കൊടുത്ത് സ്വർണം വാങ്ങേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. അതുവഴി സ്വർണ്ണവിലയും വർദ്ധിക്കും. ഇനിയാണ് ഇന്ത്യൻ ബുള്ളിയൻ ജ്വല്ലേഴ്സ് അസോസിയേഷൻ IBJA റോള് വരുന്നത്. ഈ IBJയിൽ ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണ ഡീലേഴ്സ് എല്ലാം അംഗങ്ങളാണ്. ഇതിലെ പ്രധാനപ്പെട്ട അംഗങ്ങളിൽ നിന്നും കൊട്ടേഷൻ സ്വീകരിച്ചിട്ടാണ് അതിൽ നിന്നും അവർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന തുകയുടെ ശരാശരി എടുത്തിട്ടാണ് ഇന്ത്യയിൽ ദിവസ സ്വർണ്ണവില നിശ്ചയിക്കുന്നത്.
ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും വളരെ സങ്കീർണമായിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് എന്നുള്ളത് അല്ലേ. ഇനി 2050 ഈ സ്വർണ്ണവില ഒരു പവന് 1 ലക്ഷം രൂപയിൽ എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ മറുചോദ്യം ഇതാണ്, എന്തുകൊണ്ട് എത്തിക്കൂടാ? പ്രകൃതിയിൽ നിന്നെടുക്കുന്ന ഏതൊരു റിസോഴ്സ് ആണെന്നുണ്ടെങ്കിലും കാലക്രമേണ അതിന്റെ സപ്ലൈ അങ്ങ് കുറഞ്ഞുകൊണ്ടിരിക്കും. സ്വർണം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമോഷണൽ അസറ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യകതയും ഡിമാൻഡും കൂടിക്കൊണ്ടേയിരിക്കും. ഏറ്റവും മികച്ച ദീർഘകാലത്തേക്കുള്ള സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപം സ്വർണം എന്നിരിക്കെ ഏതൊരാളും സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത് സ്വർണം തന്നെയായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് സ്വർണത്തിന് 2050 പവന് 1 ലക്ഷം രൂപ ആയിക്കൂടാ?